ഹലോ, ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കിന്നൊരു ജാതിക്ക അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ജാതിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാക്കുക. എണ്ണ ഒഴിച്ച് ചൂടാക്കുക. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള എണ്ണ നമുക്ക് യൂസ് ചെയ്യാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും. അത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അതായത് ഇതൊന്ന് നന്നായിട്ട് വാടി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി കഴിയുമ്പോൾ അതൊന്ന് മൂത്ത് വരും. ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി മൂത്ത് വരുമ്പോൾ മസാലപ്പൊടി ഇടാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണമേ. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഉലുവാപ്പൊടിയും ഇട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് ഏറെ കൊടുക്കാം. എരി കുറവ് വേണ്ടവർക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടി ഐറ്റംസ് എല്ലാം ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും ഇട്ട് 1-2 വട്ടം ഇളക്കി കഴിയുമ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളയ്ക്കുന്നിടം വരെ. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജാതിക്ക ഇട്ട് കൊടുക്കുക. ജാതിക്ക ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ ജാതിക്ക അച്ചാർ എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി